അരവിന്ദ് സ്വാമി ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ രംഗത്തുണ്ടാക്കിയ തരംഗം ചെറുതല്ല. റൊമാന്റിക് ഹീറോയായി തുടരെ സിനിമകൾ ചെയ്ത അരവിന്ദ് സ്വാമിക്ക് ഒന്നിനു പിറകെ ഒന്നായി അവസരങ്ങൾ വന്നു. റോജ, ബോംബെ എന്നീ സിനിമകൾ നടന്റെ കരിയറിൽ ഗ്രാഫിൽ എടുത്തു പറയുന്ന സൃഷ്ടികളാണ്. പക്ഷേ സിനിമാ രംഗത്ത് വിജയം പോലെ തന്നെ പരാജയവും അരവിന്ദ് സ്വാമിക്ക് കണ്ടിട്ടുണ്ട്. ഒരേ തരത്തിലുള്ള റോളുകൾ ചെയ്ത് അരവിന്ദ് സ്വാമിയെ ബാധിച്ചു. സിനിമാ കരിയറിൽ വീഴ്ച പക്ഷേ അരവിന്ദ് സ്വാമിയുടെ ജീവിതത്തെ ബാധിച്ചതുമില്ല. കാരണം ബിസിനസ് രംഗത്ത് ശോഭിക്കാൻ അരവിന്ദ് സ്വാമിക്കായി. തന്റെ പിതാവിന്റെ ബിസിനസ് മേൽനോട്ടം ഏറ്റെടുക്കുകയായിരുന്നു ഇദ്ദേഹം. 2005-ൽ ടാലന്റ് മിക്സർ എന്ന കമ്പനി സ്ഥാപിച്ചു. എന്നാൽ 2005-ൽ ജീവിതത്തിൽ വലിയൊരു തിരിച്ചടി അരവിന്ദ് സ്വാമിക്കുണ്ടായി. നട്ടെല്ലിനേറ്റ പരിക്ക് കാരണം 18 മാസത്തോളം കിടപ്പിലായിരുന്നു അരവിന്ദ് സ്വാമി. നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് താരെന്ന് അരവിന്ദ് സ്വാമി ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുത്തിരുന്ന അരവിന്ദ് സ്വാമി ആയുർവേദ ചികിത്സ സ്വീകരിച്ചു. ചികിത്സ തുടങ്ങി 3-ാം ദിവസം കൊണ്ട് അദ്ദേഹം തന്നെ നടത്തിച്ചു. തന്റെ വ്യക്തിപരമായ അനുഭവമാണെന്നും എല്ലാവർക്കും ഇതേവഴി സ്വീകരിക്കണമെന്ന് താൻ പറയില്ലെന്നും അരവിന്ദ് സ്വാമി പറഞ്ഞു. ബിസിനസ് രംഗത്ത് പ്രബല സാന്നിധ്യമായ അരവിന്ദ് സ്വാമിയുടെ കമ്പനി വളർന്നു. ടാലന്റ് മാക്സിലൂടെ 2022-ലെ വരുമാനം 3300 കോടി രൂപയാണ്. സിനിമാ രംഗത്ത് ഇടയ്ക്ക് മാത്രമേ അരവിന്ദ് സ്വാമി സാന്നിധ്യം അറിയിച്ചിട്ടുമുള്ളൂ.